അപ്പോൾ നമ്മളിന്ന് വന്നേക്കുന്നത് മംസാർ പാർക്കിലാണ്. മംസാർ ബീച്ച് അപ്പുറത്ത് റിനോവേഷനെല്ലാം കഴിഞ്ഞിട്ട് ഓപ്പൺ ആയിട്ടുണ്ട്. പക്ഷെ അവിടെ നീന്താൻ അത്ര സുഖമില്ല, കാരണം അവിടെ കുറച്ച് ചെളിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് ജെല്ലി ഫിഷ് ഒക്കെ ഉണ്ട് അല്ലേ. അതുകൊണ്ട് നമ്മൾ ചോദിച്ചത് മംസാർ പാർക്കിൽ വരാം. അതാകുമ്പോൾ അവിടെ നമുക്ക് നല്ല അടിപൊളി ബീച്ചുണ്ട്, ഫാമിലി ബീച്ചാണ്. നമുക്ക് പിന്നെ അത്യാവശ്യം പാർക്കിലൊക്കെ പോവുകയും ചെയ്യാമല്ലോ. അതുകൊണ്ട് വന്നതാണ് ഇവിടെ. അപ്പോൾ നമ്മൾ സാധാരണ വരുന്നത് അവിടെ മെയിൻ എൻട്രൻസ് ഉണ്ട്, അതിലൂടെ വരുന്നത്. അപ്പോൾ ഒരാൾക്ക് 5 ദിർഹംസ് വെച്ചാണ് കയറുന്നത്. അപ്പോൾ നമ്മൾ ഇന്ന് വരുന്ന വഴിക്ക് കാറിൻ്റെ എൻട്രൻസ് കണ്ടു. അപ്പോൾ സാധാരണഗതിയിൽ മുഷി പാർക്കിലൊക്കെ 10 ദിർഹംസാണ് കാറിന് എൻട്രൻസ്. അപ്പോൾ നമ്മൾ വിചാരിച്ച് 10 ദിർഹംസ് കൊടുത്ത് നേരെ കയറാലോ എന്ന് വിചാരിച്ചിട്ട് വന്നതാണ്. അപ്പോൾ നോക്കും കാറിന് 30 ദിർഹംസാണ് എൻട്രൻസ് ഫീ. 30 കൊടുത്ത് കയറി കഴിഞ്ഞാൽ നമുക്ക് എത്ര പേരുണ്ടെങ്കിലും ഒരു കാറിനാണ് എൻട്രൻസ് ഫീസ് വരുന്നത്. എന്നിട്ട് നേരെ വന്നു കഴിഞ്ഞാൽ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് ആദ്യം കാണുന്ന ഒരു 3 പൂളുണ്ട് ടോട്ടൽ. ഒരു കിഡ്സ് പൂളുണ്ട്, വലിയവർക്കുള്ള അഡൽസിൻ്റെ ഒരു രണ്ട് പൂളുണ്ട്. അങ്ങനെ ടോട്ടൽ 3 പൂളുള്ള ഒരു ചെറിയൊരു കോംപ്ലക്സ് പോലത്തെ ഒരു സ്ഥലമുണ്ട്. അതിനകത്ത് അഡൽസിന് 10.5 ദിർഹംസാണ് എൻട്രൻസ് ഫീ. കുട്ടികൾക്ക് പകുതി 5.25 അതാണ് വരുന്നത് ടോട്ടൽ എൻട്രൻസ് ഫീ വരുന്നത്. അത്യാവശ്യം വലിപ്പമുള്ള പൂളാണ്, ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. ഞങ്ങൾ അവിടെ കയറി നോക്കി, പക്ഷേ നോക്കും കുറച്ച് കൂടുതൽ ക്രൗഡഡ് ആയിരുന്നു. അതുകൊണ്ട് മെയിനായിട്ട് കടലിൽ പോകാമെന്ന് വെച്ചിട്ട് നേരെ ഇങ്ങോട്ട് വന്നാണ്. അപ്പുറത്ത് കൂടെ വരുവാണെങ്കിൽ നമ്മൾ കാറ് പുറത്തിട്ടിട്ട് കുറച്ച് അധികം നടക്കാനുണ്ട്, ഇങ്ങോട്ട് ഉള്ളിലേക്ക് ബീച്ചിലേക്ക് കുറച്ചധികം നടക്കാനുണ്ട്. ഇതാകുമ്പോൾ കുറച്ചുകൂടെ അടുത്താണ്. നമുക്ക് കാറ് എടുത്ത് നേരെ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇത്ര അടുത്താണ് നമ്മൾ ബീച്ച് ഉള്ളത്. ഒരു 10 മീറ്റർ അല്ലെങ്കിൽ 15 മീറ്റർ നടന്നാൽ മതിയാവും, അത്ര അടുത്താണ് ഉള്ളത്. പിന്നെ ഇഷ്ടംപോലെ പാർക്കിംഗ് ഉണ്ട് കേട്ടോ. പിന്നെ വീക്കെൻഡാണ് ഇന്ന്, അതുകൊണ്ട് എന്നാലും എങ്കിൽ പോലും നമുക്ക് വന്നപാടെ പാർക്കിംഗ് കിട്ടി. ഇവിടെ മാത്രമല്ല പാർക്കിംഗ് ഉള്ളത്, ഇവിടെ ഒരു അത്യാവശ്യം വലിയൊരു പാർക്കിംഗ് ഏരിയ ഉണ്ട്. ഇതുകൂടാതെ ഇതിനപ്പുറത്ത് അവിടെ വലിയൊരു പാർക്കിംഗ് ഏരിയ ഉണ്ട്. അങ്ങനെ 2-3 പാർക്കിംഗ് ഏരിയ ഉണ്ട്. അതുകൊണ്ട് എന്തായാലും പാർക്കിംഗ് സ്പേസ് കിട്ടാതിരിക്കുന്നില്ല, ഇഷ്ടംപോലെ പാർക്കിംഗ് ഉണ്ട്. പിന്നെ അത് മാത്രമല്ല അടുത്ത് തന്നെ 2 വലിയ വാഷ്റൂമുണ്ട്, ആണുങ്ങളുടെ പെണ്ണുങ്ങളുടെ വാഷ്റൂമുണ്ട്. നല്ല ബീച്ചാണ്. നമ്മൾ പണ്ട് വരുന്നതായിരുന്നു ഇവിടെ സ്ഥിരം. നമ്മളിവിടെ മംസാർ താമസിച്ചുകൊണ്ടിരുന്ന സമയത്ത്, വില്ലയിൽ താമസിച്ചുകൊണ്ടിരുന്ന സമയത്ത് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വരുന്നു. വീക്കിലി തന്നെ വരുമായിരുന്നു ഇവിടെ. അന്ന് ജിനോജ് ഫാമിലി, ഷാ ഫാമിലി, നമ്മൾ ഫാമിലി എല്ലാവരും കൂടെ വന്നിട്ട് ഇവിടെ നീന്താൻ വരുമായിരുന്നു. അന്ന് ഈ കാണുന്ന ഈ ക്യാമറയുടെ പുറകിൽ നെത്തി അടക്കം നീന്തുമായിരുന്നു. ഇപ്പോഴാണ് വെള്ളം വന്ന് അലർജി ആയത്. അപ്പം ബീച്ചിലൊക്കെ ഇറങ്ങി കയറി വന്നിരിക്കുവാണേ. എന്തായാലും ബീച്ചിൽ വരാൻ നീട്ട ഡ്രസ്സ് നല്ല അടിപൊളിയാണ്. പിന്നെ എന്തായാലും എല്ലാവർക്കും അറിയാം ബീച്ചിൽ ഇറങ്ങാൻ പറ്റുന്ന ഡ്രസ്സിലാണ് ഞാൻ വന്നത്. അതുകൊണ്ട് എന്തായാലും ബീച്ചിൽ ഇറങ്ങൂല. ഇത് ബീച്ചിന് നിരക്കാത്ത ഡ്രസ്സ് ഇട്ടതിനാൽ എനിക്ക് ബീച്ചിൽ ഇറങ്ങാൻ പറ്റിയില്ല. സിനിമയില്ലേ പിഷാരടി ഹോസ്പിറ്റലിൽ ഷർവാണിയിട്ട് പോകുന്നേ, അതുപോലെ അന്ന് പറഞ്ഞ പോലെ അല്ലേ. അതുകൊണ്ട് ഞാൻ ബീച്ചിൽ ഇറങ്ങിയില്ല. ഇവരെല്ലാവരും ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇവരോട് പറഞ്ഞു എല്ലാവർക്കും നമുക്ക് ചായ കുടിക്കാമെന്ന് പറഞ്ഞ് എല്ലാവരെയും വിളിച്ചു വരുത്തിയതാണ്. ഒരു വാഫേഴ്സ് കാണിച്ച് ഏതൻകുട്ടിനോടും ഇവക്കുട്ടീനോടും ഇസക്കുട്ടീനോടും പറഞ്ഞിട്ടുണ്ട് വാഫേഴ്സ് കഴിക്കണേ വരണം എന്ന് പറഞ്ഞു. ഒരു റൗണ്ട് ഇസക്കുട്ടി ഒന്ന് ചോദിച്ചിട്ട് പോയി. വാഫേഴ്സ് ഇപ്പോൾ എങ്ങാനും തരുമോ എന്നൊക്കെ ചോദിച്ച് പോയിട്ടുണ്ട് തിരിച്ച്. എന്താണ്ടേ അവരിതിൻ്റെ സൈഡിൽ കൂടെ ഉള്ളത്, അതുകൊണ്ട് കുഴപ്പമില്ല. ഞാനെൻ്റെ സ്വന്തം കൈ കൊണ്ട് തയ്യാറാക്കിയ ചായ, ഞാനെൻ്റെ സ്വന്തം കൈ കൊണ്ട് എടുത്തതല്ലാത്ത ഗ്ലാസ് നിങ്ങൾ തന്നെ എടുത്തു വെച്ചത്. മുഖത്ത് ചേർത്ത കട്ടൻ ചായ കേട്ടോ. അവർക്കൂടെ എടുത്തു വെക്കാം അല്ലേ, പിള്ളേർക്കൂടെ. ഒരു കാര്യം മറന്നുപോയി, എൻ്റെ വയറ് അകത്തേക്ക് പിടിക്കാൻ മറന്നുപോയി. വയറിപ്പോൾ അകത്തേക്ക് പിടിച്ചില്ലെങ്കിൽ ഇതൊക്കെ ചായയൊക്കെ ഒഴിക്കുന്ന സമയത്ത് നമ്മൾ ഓർക്കാതെ പുറത്തേക്ക് വരും. അതാണ് ഉള്ള വയറ് കാണിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ചായ റെഡി. ഇനി നമുക്ക് ഒരു ചായ കുടിച്ചിട്ട് വീണ്ടും വെള്ളത്തിൽ ഇറങ്ങാം. എ ഷോർട്ട് ടീ ബ്രേക്ക്. ഇല്ലടാ ഒരു കുക്കിംഗ് കൂടെ ഉണ്ടായിരുന്നാടാ, നല്ല ചായ കുടിക്കാൻ നല്ലത്. ഇപ്പോൾ സമയം 7 മണിയായിട്ടുണ്ട്. അപ്പോൾ 7 മണിക്ക് എല്ലാവരും വെള്ളത്തിൽ നിന്ന് കയറ്റും. ഇംഗ്ലീഷിലും അറബിക്കിലും അവിടെ അറിയിപ്പ് പറയുന്നുണ്ട് വെള്ളത്തിൽ നിന്ന് കയറാൻ. നിങ്ങൾക്ക് ഇത് രണ്ടും അറിഞ്ഞിടാത്തതുകൊണ്ടാണ് എല്ലാവരും വെള്ളത്തിൽ തന്നെ ഇരിക്കുന്നത്. ഇംഗ്ലീഷും അറബിയും നഹീം മാലു, അതുകൊണ്ട് നമ്മൾ വീണ്ടും കളിക്കുക. നന്നായി വേഗം കയറിപ്പോരും. അപ്പം എല്ലാവരും ഇവർ 4 പേരും കുളിച്ച് കുട്ടപ്പന്മാരായിട്ട് കുട്ടപ്പിമാരൊക്കെ ആയിട്ട് ഇതാണ്ട് നിൽക്കുന്നു. ഡ്രസ്സൊക്കെ മാറ്റി കടലിലൊക്കെ ഇറങ്ങി കുളിയും കഴിഞ്ഞ്
അത് കഴിഞ്ഞ് വേറെ നല്ല വെള്ളം കിട്ടുന്ന സ്ഥലമുണ്ട്. അവിടുന്ന് കുളിയൊക്കെ കഴിഞ്ഞത് ഡ്രസ്സൊക്കെ മാറ്റി വന്നതാണ്. ഇനി നമുക്ക് പോയാലോ? അല്ലേ? മുടിക്കുത്തി നനഞ്ഞിട്ട് ഞാൻ ഉണങ്ങാനൊക്കെ വെച്ചിട്ട് അത് ഉണങ്ങിയോ നോക്കട്ടെ, എന്നിട്ട് തരാം. നല്ല ചൂടുള്ളതുകൊണ്ടേ നല്ല രസമുണ്ടായിരുന്നു. ബീച്ചിലെ ഒരു വൈകുന്നേരം ഒരു 2 hours ചൂടുള്ള 7 മണിയാകുമ്പോൾ കയറ്റി വരെ. അപ്പോൾ 7 മണി വരെ ചെയ്യാൻ പറ്റുള്ളൂ, നീന്താൻ പറ്റുള്ളൂ. ഒരു 5 o'clock വന്നു കഴിഞ്ഞാൽ 2 hours നല്ല ഇതായിട്ട് കിട്ടും അല്ലേ? നമ്മൾ എത്തിയപ്പോഴത്തേന് 5:30 ആയിരുന്നു അല്ലേ? നമ്മൾ ഇറങ്ങിയപ്പോൾ തന്നെ 5 മണി, 1.5 മണിക്കൂർ കിട്ടി. അതിൻ്റെ ഇടയ്ക്ക് ചായ, ടീ ബ്രേക്ക് ഒക്കെ ഉണ്ടായിരുന്നു. അതെ, ചൂടുള്ള സമയത്ത് വെള്ളത്തിൽ ഇറങ്ങി കിടക്കാൻ നല്ല സുഖം അല്ലേ? നല്ല രസം. ഇനി വരുമ്പോൾ വേണം ഞാനും സെറ്റപ്പിൽ വരാനായിട്ട്. ചുരിദാറൊക്കെ ഇട്ട് ഞാൻ ഇത് എടുത്തിട്ടു. അത് കഴിഞ്ഞപ്പോഴാണ് നിങ്ങൾ പ്ലാൻ മാറ്റിക്കൊണ്ടാണ് എനിക്ക് പിന്നെ അന്നേരം മാറ്റാൻ പറ്റാഞ്ഞ്. മാളെന്നൊക്കെ ഇവർ പറഞ്ഞ കേട്ടിട്ട് ഞാൻ വലിയ കാര്യത്തിന് ഈ ഡ്രസ്സ് എടുത്തിട്ടു. മാളിലല്ലേ പോകുന്നതെന്ന് ഓർത്തുകൊണ്ട് അന്നേരം പ്ലാനും മാറ്റി. അപ്പം ഞാൻ ഓർത്ത് മതി എന്ന്, ഇത് തന്നെ മതി. ഇനിയിപ്പോൾ ഞാൻ നോക്കുക 2 മണിക്കൂർ നേരെ ഉള്ളു വെള്ളത്തിൽ ഇറങ്ങാനും. അതുകൊണ്ട് പിന്നെ ഞാൻ ഓർത്തു ഇത് തന്നെ ഇട്ടങ്ങ് പോകാമെന്ന്. അതുകൊണ്ട് എനിക്ക് മാത്രം ഇറങ്ങാൻ പറ്റിയില്ല. ഇവരെല്ലാവരും ഇറങ്ങി. എന്നിട്ട് കുറേ ഷെല്ലൊക്കെ ഇവക്കുട്ടി പറക്കിയിട്ടുണ്ടല്ലോ, കൈ നിറച്ചുണ്ടല്ലോ. നല്ല ക്ലീനായ ഷെല്ലാണല്ലോ. ഇസക്കുട്ടി എന്നാണ്ട് കേക്കൊക്കെ ഉണ്ടാക്കിയായിരുന്നല്ലേ ഇസക്കുട്ടി? ഇത് പോയോ? മിസ്സായി പോയി അല്ലേ? ഇത് കൊണ്ട് അതിന്റെ മണ്ടയില് ഷെല്ലൊക്കെ ഇട്ട് ഡെക്കറേറ്റ് ഒക്കെ ചെയ്തിട്ട്. എങ്ങനെ ഉണ്ടായിരുന്നു ഏതൻകുട്ടാ? സ്വിം ചെയ്തോ? നല്ല രസമുണ്ടായിരുന്നു. എൻജോയ് ചെയ്തോ? അപ്പൊ എന്റെ സ്കിന്ന് ശരിക്കും എന്റെ സ്കിന്ന് ഇങ്ങനെ അതെന്താന്ന് വെച്ചാൽ കടലിൽ കുളിച്ച് കഴിഞ്ഞിട്ട് പുറത്തുനിന്ന് നമുക്ക് നല്ല വെള്ളത്തിൽ കുളിക്കാൻ വേണ്ടി ഒരു സ്പേസ് ഉണ്ട് അവിടെ, ഒരു ബാത്റൂം പോലത്തെ. നല്ല വെള്ളമല്ല, ചൂടുവെള്ളം. അതുകൊണ്ടാണ് നല്ല ചൂടുവെള്ളമായിരുന്നു അവിടെ. അത് ചൂട് ആണല്ലോ ഇപ്പൊ. ചൂടുവെള്ളത്തിൽ കുളിച്ചിട്ട് അപ്പോഴ് പിന്നെ ഇവര് ഭയങ്കര ചൂടല്ലേ ആ വെള്ളം? നല്ല ചൂടാ. ഞാൻ പുറത്ത് വീണപ്പോ തന്നെ നോക്കും തിളച്ച വെള്ളം പോലെ വരുന്നത്. ഞാൻ മുഖമൊന്നും കഴുകിയില്ല, ജസ്റ്റ് പുറമൊക്കെ ഒന്ന് കഴുകിയിട്ട് ഡ്യൂപ്ലിക്കേറ്റ് കുളിയാ കുളിച്ചെന്ന് അർത്ഥം. അപ്പൊ എല്ലാവർക്കും അയ്യോ മുഖം പൊളിഞ്ഞു പോവല്ലേ? ആ മൊത്തം പൊളിഞ്ഞു പോവല്ലേ? ബൈ പറ. അപ്പൊ എല്ലാവർക്കും ബൈ ബൈ, ഗുഡ് നൈറ്റ് പറ. ഗുഡ് നൈറ്റ്. ഏതുകൊണ്ട് ബൈ ഇല്ല? ബൈ.